ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താ നോക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഹയർ ടൈം ഫ്രെയിം കണ്ടിന്യൂവേഷനിൽ നമ്മൾ ട്രേഡ് എടുക്കുക നോക്കാൻ പോകണം. ഇപ്പോൾ എല്ലാ ലോവർ ടൈം ഫ്രെയിം കണ്ടിന്യൂവേഷനും എല്ലാ ലോവർ ടൈം ഫ്രെയിം സ്ട്രെച്ചർ ഷിഫ്റ്റും നമുക്ക് അനുകൂലമായിട്ട് വർക്ക് ചെയ്യണമെന്നില്ല. ചില ഇങ്ങനത്തെ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ നോക്കൂ. ഇതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ പോലെ തന്നെ അപ് ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് അതിൻ്റെ ഒരു ലോ ബ്രേക്ക് ചെയ്തിട്ട് സ്ട്രെച്ചർ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് അത് റിട്രേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കണ്ടിന്യൂ ചെയ്ത് ലോ ടാർഗറ്റ് അടിച്ചിട്ടില്ല. ഇങ്ങനത്തെ കുറേ സാഹചര്യങ്ങൾ ചില സമയത്ത് വർക്കാവില്ല. അതിനുള്ള കാരണം എന്താണെന്നാണ് ഞാൻ നോക്കാൻ പോകുന്നത്. ഇതിനാണ് നമ്മൾ ഹയർ ടൈം ഫ്രെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 hour അങ്ങനെയുള്ള നമ്മൾ ഏതൊരു ടൈം ഫ്രെയിം നമ്മൾ ചൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെയുള്ള ഹയർ ടൈം ഫ്രെയിമിൻ്റെ കണ്ടിന്യൂവേഷനിൽ വേണം നമ്മൾ ട്രേഡ് എടുക്കാൻ. ഹയർ ടൈം ഫ്രെയിമാണ് നമ്മുടെ ബയാസ് എന്ന് പറയാം. ഹയർ ടൈം ഫ്രെയിമിൻ്റെ അനുകൂലമായിട്ട് ഹയർ ടൈം ഫ്രെയിമിൻ്റെ സബോർഡിനേറ്റായിട്ട് നമ്മൾ എടുക്കണം ലോവർ ടൈം ഫ്രെയിം. അല്ലാണ്ട് നമ്മൾ ലോവർ ടൈം ഫ്രെയിമിൽ ജസ്റ്റ് ചെറിയൊരു ഷിഫ്റ്റ് കണ്ടത് നമ്മൾ എടുത്തിയായിട്ട് ട്രേഡ് എടുക്കാൻ പറ്റില്ല. അതിനാണ് നമ്മൾ ഹയർ ടൈം ഫ്രെയിം അനലൈസ് ചെയ്യണം എന്ന് പറയുന്നത്. ഹയർ ടൈം ഫ്രെയിമിൽ ഈ ഷിഫ്റ്റ് വന്നിട്ടില്ലേ, ഇത് നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ എവിടെ ആയിരിക്കും എടുക്കുക നമ്മളിപ്പോൾ നോക്കാം. ഇതാണ് ഒരു ഹയർ ടൈം ഫ്രെയിം മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ. മാർക്കറ്റ് ഒരു സ്വിങ് ഹൈ ക്രിയേറ്റ് ചെയ്തു, ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, ഈ ഹൈ ബ്രേക്ക് ചെയ്തു. ഇതിൽ നമ്മൾ ഈ എടുത്ത ട്രേഡ് എവിടെ നിന്നായിരിക്കും എടുത്തിരിക്കുക നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഈ ഒരു സ്ട്രക്ചറിൽ നമ്മൾ എടുത്ത ട്രേഡ് ഈ ഒരു സ്ട്രക്ചറിലായിരിക്കും എടുത്തിട്ടുണ്ടാവുക, ഈ ഒരു പോയിന്റിലായിരിക്കും നമ്മൾ എടുത്തിട്ടുണ്ടാവുക. കാരണം നമ്മൾ നോക്കുക, ഇവിടെ നിന്ന് ഇങ്ങനെ അപ് ട്രെൻഡിലേക്ക് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹൈ ടൈം ഫ്രെയിമിൽ ഷിഫ്റ്റ് ചെയ്തിട്ട് അപ് ട്രെൻഡിലേക്ക് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുന്ന സമയത്ത് മാർക്കറ്റ് അപ് ട്രെൻഡിലേക്ക് ഇങ്ങനെ സാധാരണ പോയിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഈ ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് ഹയർ ടൈം ഫ്രെയിമിലെ റിട്രേസ്മെൻറ്റിലാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. ഹയർ ടൈം ഫ്രെയിമിലെ റിട്രേസ്മെൻറ്റിൽ നമ്മൾ ട്രേഡ് എടുക്കാൻ പറ്റില്ല. ഹയർ ടൈം ഫ്രെയിമിലെ റിട്രേസ്മെൻറ്റിൽ നമ്മൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് സ്ട്രക്ചർ ഷിഫ്റ്റ് തരും. പക്ഷെ നമ്മുടെ ഹയർ ടാർഗറ്റ് അടിക്കണം എന്നില്ല. നമ്മുടെ ടാർഗറ്റ് അടിക്കണമെന്ന് നമുക്ക് യാതൊരു ഉറപ്പുമില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ എങ്ങനെ ട്രേഡ് എടുക്കും, എങ്ങനെ നമ്മൾ ഈ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ നമ്മൾ എവിടെ നിന്ന് എടുക്കും, അങ്ങനെയുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോണത്. ഓക്കെ, ഹയർ ടൈം ഫ്രെയിമിലെ ഈ ഒരു ഭാഗം കണ്ടോ, നമ്മളെ റിട്രേസ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഹയർ ടൈം ഫ്രെയിം മാർക്കറ്റ് ഒന്ന് അപ്പിക്ക് പോയിട്ട് ഈ ഒരു പുൾ ബാക്ക് തരുന്ന അവിടെ നമുക്ക് ഒരു ഇത് വേണം. ഈ ഹയർ ടൈം ഫ്രെയിം മാർക്കറ്റ് എങ്ങോട്ടോ പോകണം, ബുള്ളിഷിക്കല്ലേ പോകണം. ബുള്ളിഷിക്ക് പോകണ ഹയർ ടൈം ഫ്രെയിമിൻ്റെ ഗ്രാഫിൽ നമുക്ക് ഡൗൺ ട്രെൻഡിക്ക് വന്നിട്ട് ഹയർ ടൈം ഫ്രെയിമിൽ ഈ പുൾ ബാക്ക് സമയത്ത് ഡൗൺ ട്രെൻഡിക്ക് വരികയല്ലേ മാർക്കറ്റ്. ലോവർ ടൈം ഫ്രെയിമിൽ ഡൗൺ ട്രെൻഡിക്ക് ആയിരിക്കും. ഈ ഡൗൺ ട്രെൻഡിക്ക് വരുന്ന മാർക്കറ്റ് നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് ഹയർ ടൈം ലോവർ ടൈം ഫ്രെയിമിൽ ഒരു ബ്രേക്ക് വരണം, ഒരു MSS ഉണ്ടാവണം. ഹയർ ടൈം ഫ്രെയിമിലെ ഈ ഒരു ഭാഗം, ഈ ഒരു പോർഷൻ നിങ്ങൾ നോക്കൂ. ഈ ഒരു പുൾ ബാക്ക് കഴിഞ്ഞിട്ട് ഈ പുൾ ബാക്ക് കഴിയണമെന്ന് നമുക്ക് അറിയാൻ പറ്റണത് ലോവർ ടൈം ഫ്രെയിമിൽ സ്ട്രെച്ചർ ഷിഫ്റ്റിലോട് കൂടിയിട്ടാണ്. മനസ്സിലായോ? ഈ ഒരു ഹയർ ടൈം ഫ്രെയിമിലെ ഈ ഒരു ഭാഗം ഉണ്ടോ, ഈ ഒരു ഭാഗത്തെ എങ്ങനെയാണ് ഇത് റിവേഴ്സ് ചെയ്ത് മാർക്കറ്റ് മേലേക്ക് പോകാൻ നമ്മൾ അറിയണതാണ്. ലോവർ ടൈം ഫ്രെയിമിലെ ഈ ഒരു ഡൗൺ ട്രെൻഡിൻ്റെ സ്ട്രക്ചർ ഷിഫ്റ്റ് ചെയ്തിട്ട് മാർക്കറ്റ് അപ്പിക്ക് ഷിഫ്റ്റ് ചെയ്യും മാർക്കറ്റ് സ്ട്രക്ചർ. എന്നിട്ട് അത് നമ്മുടെ പഴയ പോലെ എൻട്രി FVG OB ടച്ച് ചെയ്തിട്ട് അത് അതിൻ്റെ ഡയറക്ഷനിലേക്ക് കണ്ടിന്യൂ ചെയ്യും. ഇങ്ങനെയുള്ള സാഹചര്യത്തിലുള്ള ട്രേഡ്സ് മാത്രമാണ് ഹെവി ആയിട്ടുള്ള ടാർഗറ്റ്സ് അടിക്കാറുള്ളൂ. ഓക്കെ, ഇതിൻ്റെ നമുക്ക് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസ് ഉള്ള എൻട്രീസും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണിച്ചു തരുന്നതായിരിക്കും.